ശിവാനി, എന്തു പറ്റി? എന്തോ ഗാഢമായ ആലോചനയിലാണല്ലോ. നാഗമാതെ, ഇന്നലെ മുതൽ തൃശൂലിനെ കാണാനില്ലെന്ന്. അവൻ എവിടെയാണെന്നുള്ള കാര്യം അറിയാതെ അവന്റെ വീട്ടിലുള്ള എല്ലാവരും വിഷമിച്ചിരിക്കുക. ശിവാനി, തെറ്റു ചെയ്യുന്നു നീ. നിന്നിൽ നിന്ന് ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടുന്ന് എന്താണ് ഈ പറയുന്നത്? ഞാൻ തെറ്റ് ചെയ്യുകയാണെന്നോ? അതെ, തെറ്റ് നിന്റേതാണ്. നീ ചെയ്ത കർമ്മമാണ്. നോക്കൂ ശിവാനി, നമ്മൾ നാഗലോകത്തിലുള്ളവർ കരുണ കാണിക്കുന്നതാണ് മഹാശാപം. ആർക്കെങ്കിലും ചെറിയൊരു ദുഃഖം വന്നാൽ മതി, നാം അവർക്കുള്ള സഹായത്തിനായി ഒരുങ്ങി നിൽക്കും. അത് നല്ല കാര്യമല്ലേ നാഗമാതെ? സഹായം നല്ലത് തന്നെ. പക്ഷേ അതുകൊണ്ട് നമ്മുടെ നാഗലോകത്തിലേക്ക് വരുന്ന അപകടമാണ് വലുത്. അത്തരം അനുഭവങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. തൃശൂൽ വളരെ നല്ലവനാണ് നാഗമാതെ. അവൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ അവൻ എന്തോ അപകടത്തിലാണ്. ഈ ഒരു സമയത്ത് ഞാനും അവനെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ അത് തെറ്റായി പോവില്ലേ? ശിവാനി, അധികമായാൽ അമൃതും വിഷം. ആവശ്യ അവസരങ്ങളിൽ നീ അവനെ വേണ്ടതുപോലെ സഹായിച്ചു കഴിഞ്ഞില്ലേ? ഇനി മുന്നോട്ട് സംഭവിക്കുന്നതെല്ലാം അവന്റെ വിധി പോലെ നടക്കും. ഇപ്പോൾ നീ കാര്യമായി ഗൗനിക്കേണ്ടത് ആദിശേഷനെ മാത്രമാണ്. നാഗമാണിക്യം നഷ്ടപ്പെട്ട് നാഗലോകം സംഘർഷങ്ങളിൽ പെട്ടുലയുകയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കൂ മകളെ. ആയിക്കോട്ടെ മാതേ. ഇപ്പോൾ നീ പൂജയ്ക്കായി തയ്യാറായിരിക്കണം. ആദിശേഷനെ സ്വാധീനിക്കുന്ന ഘാതകനെ ദൂരേക്ക് അയക്കുവാൻ പരമേശ്വരനോട് പ്രാർത്ഥിക്കണം. പരമേശ്വര, ഇതാണ് നാഗകങ്കണം. ശിവലിംഗത്തിന്റെ മുൻപിൽ വെച്ച് പൂജ ചെയ്യൂ. പൂജ കഴിഞ്ഞതിനു ശേഷം ശംഖിലുള്ള തീർത്ഥം അവന് നീ പകർന്നു കൊടുക്കണം. എങ്കിലേ ആദിശേഷന്റെ പ്രാണനെ സ്വാധീനിക്കുന്ന ആ ഘാതകൻ മാറിപ്പോവുകയുള്ളൂ. ഈ നാഗകങ്കണം എന്തിനാണ് നാഗമാതെ? പൂജ കഴിഞ്ഞതിനു ശേഷം ഈ നാഗകങ്കണം നീ നിന്റെ കയ്യിൽ അണിയണം. നിന്റെ പൂജ സഫലമായാൽ ഇത് നിനക്ക് മുന്നോട്ടുള്ള മാർഗം കാണിക്കും. എന്നുവെച്ചാൽ നീ ഈ വിശേഷ കങ്കണം നിന്റെ കയ്യിൽ ധരിക്കുന്ന സമയത്ത് നമ്മുടെ നീലിയെ കൊന്നവർ നിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ കങ്കണത്തിന്റെ നിറം തനിയെ മാറുന്നതാണ്. ആയിക്കോട്ടെ നാഗമാതെ, ഞാൻ ഉടൻ തന്നെ പൂജയ്ക്ക് തയ്യാറായിക്കോളാം. നന്നായി നടക്കട്ടെ. പിന്നെ ഒരു കാര്യം, നീ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മനസ്സിലപ്പോൾ ആദിശേഷൻ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. വേറെ ആരെക്കുറിച്ച് നീ ചിന്തിക്കുവാൻ പാടില്ല. ഇല്ല നാഗമാതെ, എന്റെ ആദിശേഷൻ ഒന്നും തന്നെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ മനസ്സിൽ ത്രിവിക്രമനെ കുറിച്ചല്ലാതെ മറ്റാരെയും കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. എനിക്ക് എന്റെ ആദിശേഷനെ തിരികെ കിട്ടണം. അമ്മേ, അങ്കിൾ, തൃശ്ശൂരിനെ കണ്ടെത്തിയോ? എവിടെയെന്നുള്ളത് മനസ്സിലായോ? ഇല്ല മോളെ, ഇതുവരെ ഒരു വിവരമില്ല. ശിവാനി, തൃശ്ശൂരിന് എന്തോ പറ്റിയിട്ടുണ്ട് മോളെ. അതുകൊണ്ടാ അവനെ കുറിച്ച് ആർക്കും അറിയാൻ പറ്റാത്ത. ദൈവങ്ങൾക്ക് പോലും എന്നോടൊരു കരുണയില്ലല്ലോ. എപ്പോ നോക്കിയാലും വേദന തിന്നാനായിട്ടൊരു ജന്മം. കഴിയാതെ സമാധാനായിട്ടിരിക്കും. തൃശ്ശൂരിനൊന്നും സംഭവിക്കില്ല. അവനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ അവൻ ഇത്ര നേരമായിട്ടും വീട്ടിലേക്ക് വരാത്തതെന്താ? ഇനി വല്ല ബന്ധുക്കളുടെ വീട്ടിലും പോയിട്ടുണ്ടാവോ? ഒന്ന് വിളിച്ച് അന്വേഷിച്ചൂടായിരുന്നോ? ഇല്ല മോളെ, അവൻ അങ്ങോട്ടൊന്നും പോകാൻ സാധ്യതയില്ല. ഞാൻ അവിടെയുള്ള എല്ലാരും വിളിച്ചതാ. അതും എങ്ങോട്ടും പോരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം.
ഡാഡി, തൃശ്ശൂർ സാധാരണ പോറുള്ളിടത്തൊക്കെ ഞാൻ പോയെന്ന് അന്വേഷിച്ചു നോക്കാം. ത്രിവിക്രം, നീ തനിച്ചെങ്ങോട്ടും പോവണ്ട. അതെന്താ ശിവാനി അങ്ങനെ പറഞ്ഞു? അവനെ എനിക്ക് ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങളെ, തൃശ്ശൂർ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എന്നെ വിളിച്ച് പറ. ഞാനാണ് ആദ്യം കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ച് പറയാം. ത്രിവിക്രം എങ്ങോട്ടും പോവാതെ നോക്കണമെന്നല്ല നാഗമാത പറഞ്ഞത്. പോയി പറ്റൂന്ന് വാശി പിടിക്കാണല്ലോ ഇവൻ. ഈശ്വര, ഇനി ഞാൻ എന്താ ചെയ്യാ? ത്രിവിക്രം, അവിടെ നിൽക്കി, ഞാനും വരാം. തിളയ്ക്കുന്ന ഒരു ദ്രാവകം ഞങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ടല്ലോ. ഇതും ചിലപ്പോ മുൻപ് കണ്ട വിഘ്നം പോലെയായിരിക്കും. സ്പർശിച്ചു കഴിഞ്ഞാൽ വഴി തെളിയുമായിരിക്കും. ഈ ദ്രാവകം വളരെ തീഷ്ണമായിരിക്കുന്നല്ലോ. ഇതിലെങ്ങാനും തൊട്ടു കഴിഞ്ഞാൽ ഞാൻ വെന്ത് ചാമ്പലാകും. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാ? ചില പ്രത്യേക സ്ഥലങ്ങളിൽ വഴികൾ തെളിഞ്ഞു വരില്ല. അപ്പോൾ നിന്റെ രൂപം മാറ്റി മുന്നോട്ട് പോകണം. ഗുരു പറഞ്ഞ കടമ്പ ഇത് തന്നെയായിരിക്കും. എന്റെ ഈ രൂപം മാറ്റിയിട്ട് എനിക്കിവിടുന്ന് മുന്നോട്ട് പോകാം. ത്രിവിക്രം, ഇത് നമ്മുടെ പ്രാവാണല്ലോ. ഇത് ഇവിടെ ഉണ്ടെങ്കിൽ തൃശ്ശൂർ ഈ പരിസരത്ത് എവിടെയോ ഉണ്ടെന്ന അർത്ഥം. തൃശ്ശൂർ, തൃശ്ശൂർ, തൃശ്ശൂർ. ഒരുപക്ഷെ അതിന് തൃശ്ശൂരിലുള്ള സ്ഥലം അറിയായിരിക്കും. വാ നോക്കാം. ആ, വാ വാ. ഓം ഹാം ഹീം ഹൂം ഭട്ട് സ്വാഹ. ശിവാനി, ഇനി എത്ര ദൂരം വെച്ച് നടക്കുക? കുറെ നേരമായിട്ട് ഈ പ്രാവ് ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. എന്റെ ഡൗട്ട് ഇതിന് തൃശ്ശൂരുള്ള സ്ഥലം അറിയോന്നാ. കാരണം തൃശ്ശൂർ ഇത്രയും ദൂരത്തേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അവൻ ഇവിടെ വന്നിട്ടില്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ലല്ലോ ത്രിവിക്രം. എനിക്ക് തോന്നുന്നത് ആ പ്രാവ് തൃശ്ശൂരിലുള്ള സ്ഥലത്തേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതെന്നാ. മനുഷ്യനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം ഇത്. അപ്പോഴാണ് നമ്മൾ ഈ പ്രാവിന്റെ പുറകെ നടക്കുന്നത്. ത്രിവിക്രം നോക്ക്, മനുഷ്യന് പല ദുരുദ്ദേശങ്ങളും ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പക്ഷെ ഇതൊരു പാവം മിണ്ടാപ്രാണിയല്ലേ. അത് നമുക്ക് ഒരിക്കലും ദ്രോഹം ചെയ്യില്ല. പ്ലീസ്, എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് വാ, നമുക്ക് ആ പ്രാവിന്റെ പിറകെ തന്നെ പോവാം. വേഗം നടക്കാം. മനുഷ്യന്റെ ഗന്ധമറിയാനാകുന്നു. എന്റെ ഈ പൂജയ്ക്ക് തടസ്സം നിൽക്കാനായിട്ട് ആരോ ഇവിടേക്ക് വരുന്നുണ്ട്. ആരാണത്? ഓം ഹാം ഹീം ഹൂം ഫട്ട് സ്വാഹ. ത്രിവിക്രമൻ ഇവിടേക്കാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അവൻ ഈ സ്ഥലം എങ്ങനെയാണ് മനസ്സിലായത്? നാഗറാണി എന്റെ പൂജയ്ക്ക് ഭംഗം വരുത്തുവാനായി നാഗറാണി ത്രിവിക്രമനെയും കൂട്ടി ഇങ്ങോട്ട് വരികയാണ്. ഒരു കാരണവശാലും എന്നിലേക്കുള്ള വഴി അവൾ അറിയുവാൻ പാടില്ല. അവൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ടായാൽ അവൾ തൃശൂലിനെ രക്ഷിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി കൊടുക്കുവാൻ പാടില്ല. എന്റെ മകനെ, നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ ഈ മന്ത്രം പ്രയോഗിക്കുമ്പോൾ നിനക്ക് വേദന ഉളവായേക്കാം. അതല്ലാതെ വേറെ മാർഗമില്ല.
നാഗറാണി എന്റെ പൂജയ്ക്ക് തടസ്സമായാൽ അതനുഭവിക്കാൻ പോകുന്നതും നീ തന്നെയാണ്. തൃശൂലിനെ ഞാൻ കാലഗർഭത്തിൽ അടയ്ക്കുന്നത് വിഫലമായാൽ അവനാണ് ആദിശേഷൻ എന്നുള്ള സത്യം നാഗറാണിക്ക് മനസ്സിലാകും. അവൾ അവന്റേത് മാത്രമായി തീരും. നാഗമാണിക്യം കണ്ടെത്താനുള്ള വഴിയും അവൾക്ക് എളുപ്പമായി തീരും. അങ്ങനെ സംഭവിച്ചുകൂടാ. സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഓം ഹാം ഹീം ഹൂം ഫട്ട് സ്വാഹ. ഓം ഹാം ഹീം ഹൂം ഫട്ട് സ്വാഹ. ത്രിവിക്രം, തൃശൂൽ ഇവിടെ എന്തിനാ വരുന്നത്? യൂഷ്വലി അവൻ ഇത്രയും ദൂരൊന്നും വരാറില്ല. നോക്കാം നമുക്ക്, വാ. തൃശൂൽ, 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 തൃശൂൽ. തൃശൂൽ, തൃശൂൽ. ഈ ഭാഗത്തങ്ങ് കാണുന്നില്ല. ഓം ഹാം ഹീം ഹൂം ഫട്ട് സ്വാഹ. ത്രിവിക്രം, മരം വീഴുന്നു. ത്രിവിക്രം, ത്രിവിക്രം, ത്രിവിക്രം എഴുന്നേൽക്ക്. എന്താ പറ്റിയേ? പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? മഹാദേവ, ഞാൻ എന്താ ചെയ്യാ? ത്രിവിക്രം എഴുന്നേൽക്ക്. ത്രിവിക്രം, ത്രിവിക്രം കണ്ണു തുറക്ക്. ത്രിവിക്രം, ത്രിവിക്രം കണ്ണു തുറക്ക്. ത്രിവിക്രം, ത്രിവിക്രം. മഹാദേവ, ഇതെന്തൊരു പരീക്ഷണമാണ്. ആദിശേഷന്റെ ജീവൻ അപകടം ഉണ്ടാകുമെന്ന് നാഗമാതാവ് പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പേടിക്കേണ്ട ആദിശേഷ, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാനുണ്ട് കൂടെ. ഇപ്പൊ തന്നെ നാഗമാത പറഞ്ഞ പൂജ ചെയ്ത് നിന്നെ ഉണർത്തിക്കോളാം. പേടിക്കേണ്ട ആദിശേഷ. ഏതാണ് ഈ സ്ഥലം? ദേഹമെല്ലാം ചുട്ടുപൊള്ളുന്ന പോലെ. ഏതായിരിക്കും ഈ സ്ഥലം? ത്രയംബകൻ പറഞ്ഞ കാലഗർഭം ഇത് തന്നെയായിരിക്കും. ഇവിടെ ദേഹവും വേറെ, ആത്മാവും വേറെ. ഇവിടെ ഒരു ദേഹത്തിനും സ്വതന്ത്രമായി ചലിക്കുവാനാവില്ല. ആദ്യം എനിക്ക് വന്ന കാര്യം ചെയ്തു തീർക്കണം. ഇവനെ എനിക്ക് ബന്ധിച്ചേ പറ്റൂ. ഹേ മനുഷ്യ, പോകൂ. അവിടെ ചെന്ന് ബന്ധനസ്ഥനാകൂ. അതാണ് ഇനി നിന്റെ വാസസ്ഥലം. എന്താണിത്? പരമേശ്വര, ഇതെന്താണ്?
നാഗലോകത്തെ പിടിച്ചുലയ്ക്കുന്ന അന്തരീക്ഷമാണല്ലോ. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? ആദിശേഷന്റെ മോശ സമയം ആരംഭിച്ചിരിക്കാം. ഇത് പൂർണ്ണമായി ശാന്തമാകുന്നത് വരെ എന്റെ കുഞ്ഞിനെ നീ കാത്തുരക്ഷിച്ചോളണേ. അങ്ങനെയല്ലെങ്കിൽ അവന് തിരിച്ചു ലഭിക്കുന്നതല്ല. ശിവാനി, അവളെ കൊണ്ട് മാത്രമേ ആദിശേഷനെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധയോടെ ഭക്തിയോടെ അവൾ പരമേശ്വരനെ പൂജ ചെയ്തുവെങ്കിലേ എന്റെ മകന്റെ പ്രാണൻ നിലനിർത്താനാവൂ. ശിവാനി, പൂജ നീ ആരംഭിച്ചോളൂ. ഒരു കാരണവശാലും പൂജ പാതി വെച്ച് മുടങ്ങുവാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ആദിശേഷനെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. അങ്ങനെ സംഭവിക്കരുത്. ആദിശേഷനെ നമുക്ക് വേണം. ശിവാനി, തയ്യാറാകൂ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇതോടെ നിന്റെ കഥ അവസാനിച്ചു. ത്രയംബകൻ പറഞ്ഞതുപോലെ ഇനി നിനക്ക് ഈ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടാനാവുകയില്ല. ഇനി നിന്റെ ശിഷ്ടകാല ആയുസ്സെല്ലാം നീ ഇവിടെ തന്നെ ആയിരിക്കും. 2 തവണ എനിക്ക് പറ്റിയ തെറ്റിനാൽ ആ ത്രയംബകന് പോലും എന്റെ ശക്തിയിൽ സംശയം തോന്നിയില്ലേ? അപ്പോഴേ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാ. കേവലം ഒരു മനുഷ്യൻ കാരണം എനിക്ക് അപമാനമായെന്ന്. എപ്പോഴാണ് എനിക്ക് സമാധാനമായത്? ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതേ ഇവന്റെ അന്ത്യത്തിനായാണ്. ഇതോടെ എന്റെ ജോലി പൂർത്തിയായി. ഞാൻ നാഗലോകത്തേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് എന്നെ ആക്രമിക്കാൻ വേണ്ടി വന്ന ആ ഇച്ഛാധാരി നാഗം ആരായിരുന്നാലും അവളെ ഇല്ലാതാക്കിയിട്ടേ ഞാൻ ഇനി നാഗലോകത്തേക്ക് തിരിച്ചു പോകൂ. മഹാദേവ, എന്താണിത്? എന്തിനാണ് എന്നിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ ആദിശേഷൻ അവിടെ ബോധമില്ലാതെ കിടക്കുകയാണ്. അവന് ഞാൻ ആരാണ്, എന്റെ ശരിയായ കഥ എന്താണെന്ന് പോലും അറിയില്ല. അത്രയ്ക്ക് പാവമാണ് അവൻ. ഞാൻ നാഗലോകത്തുള്ളവളാണെന്ന് പോലും അവൻ അറിയില്ല. നാഗലോകത്തെ ഒരു ശക്തിയും അവനില്ല. ഏതോ ഒരു ദുഷ്ടശക്തി അവനെ അപായപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശക്തിയെ തടയാൻ ശ്രമിക്കാതെ നീ ഇവിടെ മൗനം പാലിച്ചിരിക്കുകയാണോ? ന്യായമാണോ ഇത്? പറയൂ, ഇത് ന്യായമാണോ?